ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോൾഡൻ സ്പാരോ. ഞാൻ വൈഷു ആണ് കേട്ടോ. നമുക്കൊരു കിടിലൻ സ്പോട്ടിൽ പോവാം. വിശന്നിട്ട് കൊടൽ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, ഉച്ച സമയം എന്ന് പറഞ്ഞാൽ അല്ലേ. ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോരുന്ന സമയത്ത് വിശന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സ്പോട്ട് വെപ്പാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മസ്റ്റായിട്ട് നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ് നമ്മളെ സ്വന്തം ബിരിയാണി ഹട്ട്. ബിരിയാണി ഹട്ടിൻ്റെ മുന്നിലെത്തി. ബിരിയാണി കടേൻ്റെ മുന്നിൽ ആ മണം, നാടൻ ബിരിയാണീൻ്റെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ. പണ്ട് നമ്മൾ കല്യാണ പന്തലിലൊക്കെ പോയി കഴിഞ്ഞാൽ മുസ്ലിംസിൻ്റെ വീട്ടിലും അതുപോലെ എല്ലാവിടെയും കയറുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ. ആ മണം അടിച്ചപ്പോഴത്തേക്കും പിന്നെ കഴിക്കാതെയും തിന്നാതെയും പോവാതൊന്നും വരാൻ പറ്റില്ല നമുക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരു ഫീലാണ് നമുക്കിവിടെ. സാധാരണ പഴയ ഒരു വീടിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. ബാമ്പും കൊണ്ടാണ് അവരെല്ലാം പുറമേയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കിങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് 90s പാട്ടൊക്കെ കേട്ട് അങ്ങനെ അടിപൊളിയായിട്ട് കമ്പനി അടിച്ച് ചങ്ങായിമാരുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ അച്ഛനും അമ്മയും ബ്രദറും ഞാനുമാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പ്രൈവസി ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഞാൻ ഓർഡർ ചെയ്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും കഴിക്കണ പോലെയല്ല ഇത്. എല്ലാവരുടെയും കഴിക്കുമ്പോൾ നമുക്ക് ഈ ബിരിയാണി റൈസ് ഓൾറെഡി കഴിക്കുമ്പോൾ അയ്യോ ഞാനൊന്ന് ബിരിയാണി കഴിച്ചു ഭയങ്കര ഹെവി ആയിട്ടൊന്നും പറയില്ലേ എല്ലാവരും. അതുപോലെയൊന്നുമില്ല, നല്ല മൈൽഡായിട്ടുള്ള റൈസാണ്. ഒരുപാട് ഡാൽഡയും നെയ്യൊന്നും കയ്യിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് മടുപ്പ് തോന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് മസാലയുമാണ്. പിന്നെ അച്ഛൻ ഓർഡർ ചെയ്തത് ബീഫും അനിയൻ ഓർഡർ ചെയ്തത് ചിക്കനും. ഞാനും അമ്മയും ഫിഷായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. പിന്നെ രണ്ടാമത് ഗ്രേവി ചോദിച്ചു അവരുടെ അടുത്ത് നിന്ന്. ഗ്രേവി അവർ ദമ്മിൻ്റെ ഗ്രേവി തന്നു. ഗ്രേവി നല്ല ടേസ്റ്റാണ്, പാകത്തിനുള്ള എരിവും നല്ലൊരു മസാലയാണ്. രണ്ടാമത് കുറേ റൈസും തന്നു. അൺലിമിറ്റഡ് ആണ് റൈസ് കേട്ടോ. മനസ്സ് നിറഞ്ഞ് നമുക്ക് കഴിക്കാം. ആ ചേട്ടൻ്റെ വിളമ്പലൊക്കെ അത്രയും സന്തോഷത്തോടു കൂടിയാണ് അവർ വിളമ്പി തന്നത്. അവസാനം ഞാൻ നാരങ്ങച്ചാറ്, നൊസ്റ്റാൾജിക് നാരങ്ങച്ചാറും കൂടി കഴിച്ച് ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ എനിക്കിഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ലെമൺ ടീ തരുന്നൊരു സ്ഥലം. ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ തന്നെ സമാവറിൽ ലെമൺ ടീ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനെടുത്ത് കുടിച്ചിട്ട് അവിടെ സമാധാനമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റും. പാകം മധുരം, കടുപ്പം, പുളി എല്ലാം നല്ല ടേസ്റ്റ്. മനസ്സിനൊരു സന്തോഷമായിട്ടോ. ചേട്ടന്മാരൊക്കെ നല്ല കമ്പനിയാണ് കണ്ടോ, നീറ്റായിട്ടാണ് കഴി വയ്ക്കുന്നത്. അങ്ങനെ എല്ലാവരെയും കണ്ട് പുറത്തോട്ടൊക്കെ നോക്കിയിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്നാൽ പിന്നെ നമ്മളെ പ്രധാനപ്പെട്ടൊരു ഭാഗം കാണിക്കണമല്ലോ. അപ്പോൾ ആ ഒരു പോർഷനിലേക്കാണ് നമ്മൾ പിന്നെ പോയത്. നമ്മുടെ സ്വന്തം അടുക്കള വൃത്തിയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നും. ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ അടുക്കള നല്ല നീറ്റാട്ടോ. പുറമെ നമുക്ക് കാണാൻ പറ്റും. ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു, നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ പൊട്ടിച്ചത് നമ്മളെ മുന്നിൽ നിന്ന് തന്നെ സെർവ് ചെയ്യുന്ന രീതിയാട്ടോ. സാലഡും അച്ചാറും നാരങ്ങാച്ചാറും ബിരിയാണിയും വിളമ്പുക, സ്നേഹത്തോടെ വിളമ്പുക, നമുക്ക് വയറിന്ന് അറിയും. ഒരു ഉമ്മമാർ വിളമ്പിത്തരുന്ന അതേ ഫീലോട് കൂടി കേട്ടോ. അപ്പോൾ ഈ സാലഡിന് എന്താണ് നിങ്ങളെ നാട്ടിൽ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ചർലാസ് എന്ന് പറയും, പിന്നെ വേറെ കച്ചമ്പർ എന്ന് പറയും, അങ്ങനെ എന്തൊക്കെയൊക്കെ പറയും. അത് എവിടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് ഈ സ്പോട്ടിൽ വരണം. സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞുതരാം. നമ്മളുടെ വയനാട് സുൽത്താൻ ബത്തേരി ഈ കാണുന്ന ടവറാണ് ഗാന്ധി ജംഗ്ഷൻ. ഗാന്ധി ജംഗ്ഷൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടൊരു പോക്കറ്റ് റോഡുണ്ട്. അവിടെയാണ് നമ്മുടെ ബിരിയാണി ഹട്ട്. അപ്പോൾ വയനാട്ടിൽ വരുമ്പോൾ ഇവിടെ കയറാതെ ആരും പോകരുത്. കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ ബൈ.